എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ജലാശയങ്ങളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണുള്ളത്. ദിവസങ്ങളോളം നിർത്താതെ പെയ്തിരുന്ന മഴയൊന്ന് ശമിച്ചപ്പോൾ പയ്യെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങി. ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കത്തിലും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതെ വീടിനകത്തുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. നല്ല മഴയുള്ള സമയത്ത് കപ്പ, കാച്ചിൽ, മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ വേവിച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കപ്പയും മധുരക്കിഴങ്ങും നമ്മൾ വേവിച്ചെടുത്തു. ഉള്ളിയും പച്ചമുളകും പിഴുപുളിയും ഒക്കെ ഇട്ടുള്ള ഒരു ചമ്മന്തിയും കൂടെ അതിൻ്റെ ഒപ്പം തയ്യാറാക്കി. കുട്ടിക്കാലത്ത് കാച്ചിൽ, ചേന, മധുരക്കിഴങ്ങ് ഇങ്ങനെയുള്ള കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് മടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കപ്പയും കാച്ചിലുമൊക്കെ പ്രിയപ്പെട്ട വിഭവങ്ങളായി മാറിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ സമീപത്തുകൂടി ഒഴുകുന്ന TS കനാലാണിത്. നമ്മളും കുട്ടനാട്ടിലാണ് താമസിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്ന സമയത്ത് നമ്മുടെ ഈ കനാലിൽ നിന്നും വെള്ളം കടലിലേക്ക് എടുക്കും. ഇത്തവണത്തെ ശക്തമായ മഴ കാരണം നമുക്ക് നന്നായിട്ട് സ്റ്റെപ്പൊക്കെ മുങ്ങുന്ന വിധത്തിൽ വെള്ളം പൊങ്ങി വന്നിട്ടുണ്ട്. സാധാരണ നമ്മുടെ ഈ തോട്ടിൽ കിഴക്ക് നിന്ന് വെള്ളം വരുന്ന അവസരങ്ങളിലാണ് ജലനിരപ്പ് ഉയരാറ്. മഴയൊന്ന് മാറി നിൽക്കുകയും കുറച്ച് വെയിലുറക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ആശങ്കകൾ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. മഴക്കാലത്ത് വിവിധ ജലാശയങ്ങളിൽ നിന്നും ഈ തോട്ടിലേക്ക് ഒരുപാട് മീനുകളൊക്കെ വരാറുണ്ട്. മഴ കുറഞ്ഞപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു മുരിങ്ങയാണ്. അപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചാറുകറി വെക്കാനായിട്ട് മുരിങ്ങയില നമുക്ക് പോയി എടുത്തിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് മുരിങ്ങയിലയൊക്കെ കൊണ്ടുവന്നു. അത് നമ്മുടെ തക്കാളിക്കായും മുരിങ്ങയ്ക്കായും കൂടെയുള്ള ചാറുകറിയിലേക്ക് താളിക്കാനായിട്ട് എടുത്തു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു തെളിവ് വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങി. നമ്മുടെ അടുക്കളത്തോട്ടം നിറയെ കളകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മഴ മാറുന്നതിനനുസരിച്ച് മാറ്റണം. നമ്മുടെ ചീരയൊക്കെ വിളവെടുക്കുവാനായിട്ട് പാകമായിട്ടുണ്ടായിരുന്നു. മഴക്കാലത്തും നമ്മുടെ അടുക്കളത്തോട്ടം നിലനിർത്തിക്കൊണ്ട് പോകണം. അപ്പം നമ്മൾ മഴക്കാലത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണം. മഴക്കാലത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വഴുതന, കത്തിരിക്ക ഇങ്ങനെയുള്ള ചെടികളിൽ നിന്ന് നിറയെ വിളവ് ലഭിക്കുന്ന ഒരു സമയമാണ്. 2 ദിവസമായിട്ട് നമ്മൾ അടുക്കളത്തോട്ടത്തിലേക്ക് മഴ കാരണം വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട വഴുതനങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് വിളവെടുക്കാം. നമ്മൾ നട്ടു വളർത്തിയ ചെടിയിൽ നിന്ന് ഇങ്ങനെ വിളവ് ലഭിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. അങ്ങനെ നമ്മൾ പാകമായിട്ടുള്ള വഴുതനങ്ങയൊക്കെ വിളവെടുത്തു. അപ്പോഴാണ് നമ്മൾ ശീതകാല പച്ചക്കറിയായിട്ട് നട്ടിരുന്ന ഒരു ക്യാരറ്റ് ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇനി അത് നിർത്തിയിട്ട് കാര്യമില്ല. അത് വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അത് വിളവെടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിയപ്പോൾ അതിൽ ക്യാരറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ ക്യാരറ്റ് ചെടിയിൽ വിളവ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ക്യാരറ്റ് നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് വിളവെടുക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇത് ക്യാരറ്റ് ഉണ്ടായി കിട്ടുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. ശീതകാലത്ത് നമ്മൾ നട്ടു വളർത്തിയതാണ്. ഇപ്പോഴാണ് നമുക്ക് വിളവ് ലഭിച്ചത്. എന്നിരുന്നാലും നമ്മുടെ വീട്ടിൽ നമുക്ക് ക്യാരറ്റൊക്കെ കൃഷി ചെയ്ത് വിളവെടുക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുവാനായിട്ട് പറ്റി. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും കുറച്ച് പച്ചക്കറിയൊക്കെ വിളവെടുത്തു. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ മുറ്റത്ത് വന്ന് നമ്മുടെ ഗാർഡനൊക്കെ നോക്കിയപ്പോൾ കുറേ ചെടികളൊക്കെ ഒടിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പല ചെടികളും പ്രൂൺ ചെയ്ത് കൊടുത്തു. കാര്യം നല്ല ഉയരത്തിലൊക്കെ പോകുന്ന ചെടികളാണെങ്കിൽ കാറ്റും മഴയും ഒക്കെ വരുമ്പോൾ അത് ഒടിഞ്ഞു വീഴാനും അതുപോലെ മറ്റ് ചെടികളിലേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ചെടികളെല്ലാം തന്നെ വെട്ടി നിർത്തി. ഈ കിടക്കുന്നത് നമ്മുടെ വീട്ടിൽ കാറ്റിന് ഒടിഞ്ഞു വീണ കമുകാണ്. പിന്നെ നമ്മുടെ വഴിയൊക്കെ ഇതുപോലെ വെള്ളമാണ്. നല്ല വെയിൽ വരുവാണെങ്കിൽ നമുക്ക് ഈ വെള്ളമൊക്കെ കുറച്ച് വറ്റും. നമ്മുടെ ചെടികളെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ വെട്ടി നിർത്തിയിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെ വന്നാൽ ഇതിങ്ങനെ ഒടിഞ്ഞു വീഴും. ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടാത്ത ചെടികളുണ്ടെങ്കിൽ മഴക്കാലത്ത് നമ്മൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. മഴക്കാലത്ത് പൊതുവെ നമ്മുടെ ചെടികളിലൊക്കെ പൂക്കളൊക്കെ കുറവായിരിക്കും.
വേനൽക്കാലത്ത് നമ്മുടെ കുറച്ച് ബോർഡർ ഗ്രാസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം മഴ പിടിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട്. ചെടിച്ചട്ടികളിലൊക്കെ മഴ സമയത്ത് വെള്ളം കെട്ടി നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാറ്റണം. കാരണം അത് ചെടിക്കും ദോഷമാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വെള്ളത്തിലൊക്കെ കൊതുകുകളൊക്കെ മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഒരു ലക്കി ബാമ്പു ആയിരുന്നു. അപ്പം അത് ഹൈറ്റ് വെച്ച് വന്നപ്പോൾ കാറ്റടിച്ച് വീണതാണ്. അപ്പം നമ്മൾ ഇതൊന്ന് വെട്ടി കൊടുക്കുകയാണ്. മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഒരു ബൊഗെയിൻവില്ല ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പൂക്കളുണ്ടായ ശേഷം വീണ്ടും പ്രൂൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ വീണ്ടും ഇതിൽ പൂക്കൾ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മഴ മാറിയ സമയത്ത് കുറച്ച് നേരം നമ്മുടെ മുറ്റത്തുകൂടെയൊക്കെ നടന്നു, നമ്മുടെ ചെടികളൊക്കെ നോക്കി, കാറ്റത്ത് ഒടിഞ്ഞു വീഴുന്നതിനൊക്കെ കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുത്തു, നേരെയൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ നമ്മൾ ചെടികളൊക്കെ ശ്രദ്ധിച്ച് നടന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. വൈകുന്നേരമായി. അപ്പോൾ നമുക്ക് ഒരു ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മളൊരു ചായയൊക്കെ ഉണ്ടാക്കി. വീട്ടിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി പുറത്ത് വന്നിരുന്ന് കുടിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്ന് ചായയൊക്കെ കുടിച്ചു. ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരു സ്പെഷ്യലായിട്ടുള്ള മുട്ട ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി. അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. നമ്മൾ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ള് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നമ്മൾ സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഗരം മസാലയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ സവാള ഒരു വൃത്താകൃതിയിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയം മതി. നമ്മുടെ ഈ മുട്ട ഫ്രൈ തയ്യാറാകാൻ വെറും 2 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മുട്ട ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വൈകുന്നേരം ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മുട്ട ഫ്രൈ ആണിത്. മഴയൊന്ന് മാറി നിന്നപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.